ഹായ് ഗൈസ്, രേണു സുധീന്റെ സഹോദരീനെ എല്ലാവർക്കും അറിയാലോ. ആ പുള്ളിക്കാരിന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇപ്പൊ അടുത്താണ് കാണുന്നത് കേട്ടോ. ഈ സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ളത് സുധീന്റെ വീട്ടുകാർക്ക് മാത്രമാണ് എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു സുധീനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടാവും, നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹവും കരുതലും കാര്യങ്ങളും നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഈ വാഴ നനയുമ്പോൾ ചീരിയും കൂടെ നനയാന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നിങ്ങളുടെ സഹോദരി കാണിക്കുന്ന ആ ഒരു പരിപാടിയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കുറച്ച് ഫെയിമും റീച്ചും കിട്ടുന്നുണ്ട്. അതിനകത്ത് ഒരു ലേശം ഊറ്റിയെടുത്ത് ഞാനും എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആവട്ടെ, റീച്ച് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അവർ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്നത്. ഇപ്പൊ അതിന്റെ ശേഷമാണ് അവരൊന്ന് തല പൊക്കി വരുന്നത്. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ സുധിച്ചേട്ടന്റെ സീന്. സുധിച്ചേട്ടൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പേരിലും പ്രശസ്തിയിലും മറ്റുള്ളവര് ഫേമസ് ആയിട്ട് ഇങ്ങനെ വരിക, അയാളുടെ പേര് നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർ ഇങ്ങനെ മുഖം കാണിച്ച് ഫേമസ് ആയി വരുന്ന ഒരു സംഭവമാണ് ഇപ്പൊ കാണുന്നത്. നഷ്ടം കിച്ചുവിനും സുധിച്ചേട്ടന്റെ അച്ഛനും അമ്മയ്ക്ക് സുധിച്ചേട്ടന്റെ സഹോദരങ്ങൾക്കൊക്കെ. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രമ്യ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഒരു ഭാഗം ഞാനിവിടെ കൊടുക്കുക. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ സഹോദരനും സഹോദരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ ഫ്ലെക്സ് അടിച്ച് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിലൊരു യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്, സുധിച്ചേട്ടന്റെ സ്വന്തം റിതപ്പൻ എന്ന് പറഞ്ഞിട്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം IDയിൽ ഇവർ തന്നെ ഒരു യൂട്യൂബ് ചാനലും കൂടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ സുധിച്ചേട്ടന്റെ എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും ആളുകളെ കാണിച്ച് സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ സിമ്പതി കളക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെ പേജും കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ചൊരു സോഷ്യൽ മീഡിയ ഫെയിമും കൂടെ കൂട്ടിയെടുക്കുക എന്നുള്ള ഒരു വിചാരം കൊണ്ട് തന്നെയാണ് ഈ സഹോദരി എന്ന് പറയുന്ന പുള്ളിക്കാരി ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അതുൽ എന്ന് പറയുന്ന സഹോദരനെ, നമ്മുടെ യൂട്യൂബർ അതുൽ വ്ലോഗ്സിനെതിരെ അച്ഛൻ വന്നിട്ടുണ്ട്. തങ്കച്ചൻ എന്നാണ് അയാളുടെ പേരും തോന്നുന്നുണ്ട്. രേണു സുധിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. തെറിയും കാര്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ ഒരു ഭീഷണിയൊക്കെ ആയിട്ടാണ് വന്നത്. ആ ഭീഷണി കമന്റ് ഞാനിവിടെ വേണേൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇവരുടെ പ്രവൃത്തി. പിന്നെ എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് പറയാതിരിക്കുന്നത്? സുധിച്ചേട്ടന്റെ സഹോദരനും സഹോദരിയും, യഥാർത്ഥ സഹോദരിയും പിന്നെ അച്ഛനും അമ്മയും വേറെ കുടുംബക്കാര് പോലും ഞങ്ങൾ സുധിച്ചേട്ടന്റെ റിലേറ്റീവ്സ് ആണ് എന്ന് എവിടെ എഴുതി വെച്ച് കാണത്തില്ല. ഒരു സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലും ഒന്നും തന്നെ. ഇവര് അതല്ല ചെയ്യുന്നത്. ഇവരതൊക്കെ ഇങ്ങനെ പബ്ലിക്കാക്കി സുധിച്ചേട്ടന്റെ പേരിന്ന് കുറച്ച് പ്രശസ്തി കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, കുറച്ച് അവാർഡ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നും കരുതിയിട്ട് ഇങ്ങനെ നിറഞ്ഞ് തുള്ളി ആടി നടക്കുകയാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പ്രതികരിച്ചു പോകും സഹോദരങ്ങളെ. ഇതിപ്പോ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സോറി.